എല്ലാവർക്കും നമസ്കാരം. ലോക പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഹ്വാനം നടത്തിയതും ഐക്യരാഷ്ട്രസഭയാണ്. 1973 ശേഷമാണ് ഇത്തരത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്? നമ്മൾ നാട്ടിൽ സാധാരണ കുട്ടികളെ കൊണ്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ കുറേ വൃക്ഷത്തൈകളൊക്കെ വിതരണം ചെയ്തുകൊണ്ടൊക്കെയാണ് ഇത് ആഘോഷിക്കാറുള്ളത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ കൃഷിഭവൻ മുഖേന എല്ലാവർക്കും വൃക്ഷത്തൈകൾ കൊടുക്കും. കുറേ ആളുകൾ നട്ടുപിടിപ്പിക്കും, കുറേ ആളുകൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. എന്നാൽ വളരെ കുറച്ച് ആളുകൾ അത് നട്ടുപിടിപ്പിക്കുകയും വെള്ളം ഒഴിക്കുകയും അത് വളർത്തി വലുതാക്കുകയും ചെയ്യും. അങ്ങനെ മുൻകാലങ്ങളിലൊക്കെ ആളുകൾ മരത്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. പണ്ടുകാലത്തെ ആളുകൾ വെച്ച് പിടിപ്പിച്ച മരങ്ങളിലുണ്ടായ കായ്കനികളും പഴവർഗ്ഗങ്ങളുമാണ് ഇന്ന് നമ്മളെ തലമുറ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയെ വരും തലമുറയ്ക്ക് വേണ്ടിയും ഇതുപോലെ കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ ബാധ്യതയുണ്ട്, അല്ലേ? ആഗോള താപനം, അതുപോലെ തന്നെ കാർബൺ ന്യൂട്രാലിറ്റി എന്ന പദങ്ങളൊക്കെ നിരന്തരമായി ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ആഗോള താപനം? നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ദ്രാവകങ്ങൾ, കുറേ മാലിന്യ വസ്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഓസോൺ പാളിയൊക്കെ തകർത്ത് ശുദ്ധവായുവിനെ ഇല്ലാതാക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുപോലെ തന്നെ കാർബൺ ന്യൂട്രാലിറ്റി, കാർബൺ ഡൈ ഓക്സൈഡ് നിലവിലുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടി ആകുമ്പോൾ ഈ നിലവിലുള്ള കാർബണും അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബണും കൂടി ചേരുമ്പോൾ അന്തരീക്ഷം മലിനപ്പെടും. അപ്പോൾ ഈ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാർബണുകളെയും സമീകൃതമാക്കിക്കൊണ്ട് അത് ന്യൂട്രാലിറ്റി കൈവരിക്കുക. അങ്ങനെ മാത്രമേ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് സർക്കാരും മറ്റും ഈ ദിനത്തിലെങ്കിലും നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഓരോ വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസമെങ്കിലും എല്ലാവരും ഒറ്റ വാഹനത്തിൽ സഞ്ചരിക്കാൻ നോക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ അത്രയധികം മലിനീകരണമാണ് ദിവസവും നമ്മുടെ റോഡുകളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ആർക്കും റോഡ് മതിയാവുന്നില്ല, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ മതിയാവുന്നില്ല, ആർഭാടങ്ങൾ മതിയാവുന്നില്ല, സൗകര്യങ്ങൾ മതിയാവുന്നില്ല. ഇന്ന് ഓരോരുത്തർക്കും ഓരോ വീടുകളിലേക്കും കോൺക്രീറ്റ് റോഡുകളും അതുപോലെ തന്നെ ടാറിട്ട റോഡുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെയും മുറ്റം, ഇനി വീട് ശരിക്ക് നന്നായിട്ടില്ലെങ്കിലും മുറ്റം എന്തായാലും കട്ട പതിച്ച് നന്നാക്കാം എന്നൊരു തീരുമാനത്തിലാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയെ മലിനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ആരും ഗൗരവമായി ആലോചിക്കാറില്ല. നമ്മൾ റോഡ് ഉണ്ടാക്കുമ്പോൾ എത്രയധികം പാറ പൊട്ടിച്ച് അതിൻ്റെ കല്ലെടുത്തുകൊണ്ടാണ് ആ റോഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലം ഫില്ല് ചെയ്ത് വലിയ സംഗതികൾ ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെയോ കുന്നുകളൊക്കെ ഇടിച്ചിട്ടുള്ള ആ മണ്ണ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിലൊന്നും ആർക്കും യാതൊരു പരിഭവമില്ല. കാരണം ആരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ വികസന വിരോധികളെന്ന് പറഞ്ഞ് അവരെ നമ്മൾ താറടിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, പരിസ്ഥിതിയെ ഇതുപോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നത് ചെയ്യണം. അതുപോലെ തന്നെ മലിനീകരണം, ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്തുകളും മറ്റും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? ഇന്ന് വീടാന്തരം ഹരിതകർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യം ശേഖരിക്കുന്നു. മാലിന്യം ശേഖരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ വൃത്തിയുള്ള ഒരു നാടായി സൂക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ഗ്രാമപഞ്ചായത്തുകളും മറ്റും കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും സഹകരിച്ചതുകൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആഗോള താപനം കുറക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഓരോരുത്തരും വളരെ വിശദമായി ചർച്ച ചെയ്യണം. വായുവും വെള്ളവും മലിനമാകാതെ കാത്തു പോരേണ്ടത് എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ കടമയാണ്. ഇത് മറ്റാരെങ്കിലും വന്ന് ചെയ്തു തരില്ല. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞാലും ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കാനും നമ്മുടെ പരിസ്ഥിതിയെ മാലിന്യമുക്തമായി സംരക്ഷിക്കാനും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഈ ദിനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നാം ഇന്ന് നട്ടു വളർത്തുന്ന ഓരോ വൃക്ഷത്തൈകളും നാളെ മഹാവൃക്ഷങ്ങളായി വളരട്ടെ. അതിൽ നിന്ന് ഭാവി തലമുറക്ക് തണലും കായ്കനികളും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിസ്ഥിതി ദിനാശംസകൾ.